Hello students. ഈ പാർട്ടിൽ നമുക്ക് ചെയ്യാനുള്ള എക്സ്പെരിമെൻ്റ് മോസ് ടെസ്റ്റാണ്. മോസ് ടെസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻജിൻ്റെ പ്രധാനമായിട്ടും ഇൻഡിക്കേറ്റഡ് പവർ കണ്ടെത്താനുള്ള ഒരു മെത്തേഡാണ് മോസ് ടെസ്റ്റ് എന്നത്. നമ്മൾ ATDയിൽ അപ്ലൈഡ് തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു തിയറിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടെത്താനുള്ളത് എയിം എന്ന് പറയുന്നത് ടു കണ്ടക്ട് മോസ് ടെസ്റ്റ് ഓൺ 4-cylinder 4-shock method of diesel engine and hence to determine the frictional power and mechanical efficiency of the engine. ഒരു 4-cylinder 4-stroke ഒരു ഡീസൽ എൻജിൻ ഉണ്ട്. അതിൻ്റെ ഫ്രിക്ഷണൽ പവറും കണ്ടെത്തുക, അതേപോലെ തന്നെ മെക്കാനിക്കൽ എഫിഷ്യൻസിയും കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ഫ്രിക്ഷണൽ പവറും മെക്കാനിക്കൽ എഫിഷ്യൻസിയും ഒക്കെ നമ്മൾ ഇതിന് മുന്നിലുള്ള ലോഡ് ടെസ്റ്റ് ചെയ്തിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അത് വേറൊരു മെത്തേഡിലാണ്. ഇത് മോസ് ടെസ്റ്റ് എന്ന ഒരു പ്രത്യേക മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഫ്രിക്ഷണൽ പവർ, അതുപോലെ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പറയും. അപ്പോൾ അതാണ് ആ എൻജിൻ്റെ ഫ്രിക്ഷണൽ പവറും കണ്ടെത്തുക, മെക്കാനിക്കൽ എഫിഷ്യൻസിയും കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയുണ്ട്, എക്സ്പെരിമെൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെല്ലാം എക്യുപ്മെൻറ്റ് അപ്പാരറ്റസ് വേണ്ടതെന്ന് നോക്കാം. ഒരു ഡീസൽ എൻജിൻ ടെസ്റ്റ് റിഗ് വേണം. അതുപോലെ ആ ഡീസൽ എൻജിൻ കപ്പിൾഡ് വിത്ത് ഹൈഡ്രോളിക് ഡൈനാമോമീറ്റർ. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഹൈഡ്രോളിക് ഡൈനാമോമീറ്ററാണ്. ഡൈനാമോമീറ്റർ പല ടൈപ്പിലുള്ളതുണ്ട്. റോപ്പ് ബ്രേക്ക് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ്. ഇലക്ട്രിക്കൽ ഉണ്ട്, ഹൈഡ്രോളിക് ഉണ്ട്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഈ എൻജിനിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഹൈഡ്രോളിക് ഡൈനാമോമീറ്ററാണ്. അത് ആ എൻജിനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റോപ്പ് വാച്ച് വേണം, അതുപോലെ ടാക്കോമീറ്റർ, അത് രണ്ടും വേണം. പിന്നെ ഇവിടെയുള്ള എൻജിൻ്റെ സ്പെസിഫിക്കേഷന് നമ്പർ ഓഫ് സിലിണ്ടർ 4ആണ്. ഔട്ട്പുട്ട് പവർ, ആ എൻജിൻ്റെ ഔട്ട്പുട്ട് പവർ, മാക്സിമം ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് എത്രയാണ്, 7.35 kW ആണ്. പിന്നെ കംപ്രഷൻ റേഷ്യോ 10 മിനിറ്റ്, ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും വേണ്ടത് ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ എത്രയാണെന്ന്, അതുപോലെ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് എത്രയാണെന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. എന്താണ് ഇൻഡിക്കേറ്റഡ് പവർ? ഇൻഡിക്കേറ്റർ പവർ എന്ന് പറഞ്ഞാൽ എൻജിൻ സിലിണ്ടറിൻ്റെ ഉള്ളിൽ, ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ആക്ച്വൽ പവറാണല്ലോ ഇൻഡിക്കേറ്റർ പവർ. അതിനാണ് IP എന്ന് വിളിക്കുന്നത്. ഇനി ബ്രേക്ക് പവർ പറഞ്ഞാലോ, ബ്രേക്ക് പവർ എന്ന് പറഞ്ഞാൽ എൻജിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്, വർക്ക് പവർ വരുന്നുണ്ട്, നമുക്ക് ഔട്ട്പുട്ടിലോട്ട് എത്രയാണ് കിട്ടുന്നത്, അതാണ് എന്ത് ബ്രേക്ക് പവർ. പിന്നെ എപ്പോഴും ഇൻഡിക്കേറ്റഡ് പവർ ബ്രേക്ക് പവറിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ പവർ ഉണ്ടായിട്ടാണല്ലോ ബ്രേക്ക് പവർ ഉണ്ടാകുന്നത്. അപ്പോൾ എൻജിൻ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് ബ്രേക്ക് പവർ, ഈ ഇൻഡിക്കേറ്റർ പവർ. അവിടുന്ന് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതാണ് ബ്രേക്ക് പവർ. അപ്പോൾ ഇൻഡിക്കേറ്റർ പവർ ഇപ്പോൾ ഒരു 50 ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഒരു 10 ഉണ്ടാവുള്ളൂ, ബാക്കി 40 നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടതിനെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ പവർ, ഫ്രിക്ഷണൽ ലോസ്, ഫ്രിക്ഷണൽ പവർ. അതിൻ്റെ ഉള്ളിൽ ഫ്രിക്ഷൻ കാരണം കുറേ പവർ ലോസായി പോയി, അതാണ് ഫ്രിക്ഷണൽ പവർ. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ പവർ ഈക്വൽ ടു ബ്രേക്ക് പവർ പ്ലസ് FP, ഫ്രിക്ഷണൽ പവറാണ്. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പം ബ്രേക്ക് പവറും ഫ്രിക്ഷണൽ പവറും തമ്മിൽ ആഡ് ചെയ്തതാണ് ഇൻഡിക്കേറ്റഡ് പവർ. അതിൽ ഓരോ ടൈം എന്താ കൊടുത്തിട്ടുണ്ട്, IP ഇൻഡിക്കേറ്റർ പവർ, BP ബ്രേക്ക് പവർ, FP ഫ്രിക്ഷണൽ പവർ. ഇനി ഇവിടെ എങ്ങനെയാണ് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ എൻജിന് 4-cylinder എൻജിന്, ആ 4-cylinder എൻജിനിൽ നമ്മൾ 1500 RPM അതിനെന്ത് ചെയ്ത് വെക്കും, 1500 RPM എല്ലാ സമയത്തും ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഫുൾ ടൈം അത് 1500 RPM ആക്കി നമ്മൾ അതിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തും.
ഓക്കെ. കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ഫ്യൂവൽ അഡ്ജസ്റ്റ് ചെയ്തും അതേപോലെ തന്നെ ലോഡ് അഡ്ജസ്റ്റ് ചെയ്തും 1500 RPM തന്നെ വേണം ഈ മോസ് ടെസ്റ്റ് ചെയ്യാൻ. 1500 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ RPMൽ വേണം ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇവിടെ 1500 എന്നുള്ള നമ്മൾ ഈ എൻജിനിൽ സെറ്റ് ചെയ്തു. അപ്പോൾ 1500 RPMൽ സെറ്റ് ചെയ്യും. ഓക്കെ. അങ്ങനെ എന്തിനാണ് അങ്ങനെ 1500 RPMൽ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രിക്ഷണൽ പവർ കോൺസ്റ്റൻ്റ് ആക്കി നിർത്താൻ വേണ്ടിയിട്ടാണ്. ഫ്രിക്ഷണൽ പവർ കോൺസ്റ്റൻ്റ് ആക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഒരേ സ്പീഡിൽ കറക്കുന്നത്. മറ്റേ സ്പീഡ് റെഡ്യൂസ് ചെയ്യുമ്പോഴും സ്പീഡ് കൂടുന്ന സമയത്തും ഫ്രിക്ഷണൽ പവറിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് അക്യുറേറ്റ് ആവില്ല. അപ്പോൾ 1500 RPM സെറ്റ് ചെയ്താൽ 1500 RPMൽ എഞ്ചിന് ഒരു ഫ്രിക്ഷണൽ പവർ ഉണ്ട്. അത് കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ എക്സ്പെരിമെൻ്റ് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആ എൻജിൻ, ഇത് 4 സിലിണ്ടർ എൻജിനാണ്. 1 2 3 4 സിലിണ്ടർ ഇതിനുണ്ട്. അതിൻ്റെ ഒരു ഡൈനാമോമീറ്റർ ഉണ്ട് അല്ലേ. ഈ എൻജിൻ്റെ ബ്രേക്ക് പവർ ആദ്യം കണ്ടെത്തും. ടോട്ടൽ ബ്രേക്ക് പവർ ടോട്ടൽ BP, ടോട്ടൽ ബ്രേക്ക് പവർ ആദ്യം കണ്ടെത്തി ഈ ഡൈനാമോമീറ്റർ ഉപയോഗിച്ച് അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് ആദ്യം അതിൻ്റെ ടോട്ടൽ ബ്രേക്ക് പവർ എത്രയുണ്ടെന്ന് കണ്ടെത്തും. ഓക്കെ. അങ്ങനെ ബ്രേക്ക് പവർ കണ്ടെത്തിയതിൻ്റെ ശേഷം അത് ഒരു സ്ഥലത്ത് എഴുതി വെക്കും. അതിൻ്റെ ശേഷം ഒന്നാമത്തെ സിലിണ്ടറിൻ്റെ ഫ്യൂവൽ കട്ട് ചെയ്യും. ഒന്നാമത്തെ സിലിണ്ടറിലോട്ടുള്ള ഫ്യൂവലോ അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗ്, ഇവിടെ ഡീസൽ എഞ്ചിനാണ്, അതുകൊണ്ട് അതിൻ്റെ ഫ്യൂവൽ കട്ട് ചെയ്യും. ഫ്യൂവൽ കട്ട് ചെയ്തിട്ട് അപ്പോഴും എൻജിന് എന്ത് സംഭവിക്കുന്നുണ്ടാവും? ആദ്യം തന്നെ ഈ എൻജിനിൽ ഈ ഡൈനാമോമീറ്ററിൽ ഒരു ലോഡ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ലോഡ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ലോഡ് കൊടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ സപ്പോസ് ഇതിൻ്റെ ഒരു 8 കിലോഗ്രാമാണ് മാക്സിമം ഇതിന് താങ്ങാൻ പറ്റുന്നത് തുടക്കത്തിൽ കേട്ടോ. ഈ സിലിണ്ടർ കട്ട് ചെയ്യുന്നതിൻ്റെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ലോഡ് ഒരു 8 കിലോഗ്രാം കൊടുത്ത് 1500 RPMൽ സെറ്റ് ചെയ്തിട്ടാണ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ടോട്ടൽ ബ്രേക്ക് പവർ എത്രയുണ്ടെന്നുള്ളത് കണ്ടെത്തി. അതിൻ്റെ ശേഷം നമ്മളെന്ത് ചെയ്യും? ഒന്നാമത്തെ സിലിണ്ടറിലെ ഫ്യൂവൽ കട്ട് ചെയ്യും. ഫ്യൂവൽ കട്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഈ എൻജിൻ്റെ സ്പീഡ് സ്വാഭാവികമായിട്ടും കുറയല്ലോ അല്ലേ. ഒന്നാമത്തെ സിലിണ്ടർ പവർ കട്ടായപ്പോൾ ബാക്കി 2 3 4 ആണ് ഇവിടെ വർക്ക് ചെയ്യുക. അപ്പോൾ എൻജിൻ്റെ സ്പീഡ് കുറയും. എൻജിൻ്റെ സ്പീഡ് 1500 ഇങ്ങനെ കുറയാൻ തുടങ്ങും. അപ്പോൾ എൻജിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോഡ് കുറച്ച് കൊടുക്കണം. അങ്ങനെ ഒരു 6 കിലോഗ്രാം ആക്കാം. ജസ്റ്റ് പറയുകയാണ്, നമ്മൾ ഓരോന്നിങ്ങനെ ലോഡ് കുറച്ച് നോക്കണം. 6 കിലോഗ്രാം ആക്കി. 6 കിലോഗ്രാം ആക്കിയപ്പോൾ എന്ത് ചെയ്തു? അതേമാതിരി ഫ്യൂവലും ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അതിനനുസരിച്ച് അപ്പോൾ 1500 ടൈക്കോമീറ്റർ വെച്ച് 1500 ആണോ നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂവൽ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തിട്ടൊക്കെ അവിടെ എന്ത് സംഭവിക്കുന്നു? സ്പീഡ് വീണ്ടും കോൺസ്റ്റൻ്റ് ആക്കി നിർത്തി. എന്നിട്ട് വീണ്ടും ബ്രേക്ക് പവർ കണ്ടെത്തുക. ഈ ഒന്നാമത്തെ സിലിണ്ടർ കട്ട് ചെയ്തിട്ടുള്ള ബ്രേക്ക് പവർ കണ്ടെത്തുക. അതാണ് BP1. ഓക്കെ. പിന്നെ അതിൻ്റെ ശേഷം ഒന്നാമത്തെ സിലിണ്ടർ ഓണാക്കുക. ഒന്നാമത്തെ സിലിണ്ടറിലോട്ടുള്ള ഫ്യൂവൽ കൊടുക്കുക. വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്നാമത്തെ സിലിണ്ടർ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചല്ലോ, ആ കട്ട് ചെയ്ത് വെച്ചത് നിർത്തിയിട്ട് ഒന്നാമത്തെ സിലിണ്ടർ വീണ്ടും എൻഗേജ് ചെയ്യിക്കുക. എന്നിട്ട് രണ്ടാമത്തെ സിലിണ്ടർ കട്ട് ചെയ്യുക. രണ്ടാമത്തെ സിലിണ്ടർ കട്ട് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ബ്രേക്ക് പവർ കണ്ടെത്തുന്നു. നേരത്തെ പറഞ്ഞ പോലെ ലോഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് BP2 കണ്ടെത്തുന്നു. അതിന് ശേഷം മൂന്നാമത്തെ സിലിണ്ടർ കട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ സിലിണ്ടർ എൻഗേജ് ചെയ്യിക്കുന്നു. അതിന് ശേഷം ബ്രേക്ക് പവർ കണ്ടെത്തുന്നു, BP3 കണ്ടെത്തുന്നു. പിന്നെ മൂന്നാമത്തെ സിലിണ്ടർ എൻഗേജ് ചെയ്യിച്ചിട്ട് നാലാമത്തെ സിലിണ്ടർ കട്ട് ചെയ്യുക. അങ്ങനെ ഒരു സമയം ഒരു സിലിണ്ടർ കട്ട് ചെയ്യുക, ബാക്കി 3 സിലിണ്ടറും വർക്കിംഗ്. ഇതാണ് കണ്ടീഷൻ കേട്ടോ. ഒരു സിലിണ്ടർ കട്ടാക്കുക. ആദ്യം തുടക്കത്തിൽ 4 സിലിണ്ടറും വർക്ക് ചെയ്തിട്ടുള്ള ബ്രേക്ക് പവർ കണ്ടെത്തുക. അതിൻ്റെ ശേഷം 4 സിലിണ്ടർ വർക്ക് ചെയ്യുക. എന്നിട്ട് ടോട്ടൽ ബ്രേക്ക് പവർ കണ്ടെത്തുക. ഓക്കെ. പിന്നെ
പിന്നെന്താണ് ഓരോ സിലിണ്ടറും കട്ട് ചെയ്യുക. ഓരോ സിലിണ്ടർ കട്ട് ചെയ്യുന്നു, ഒന്ന് കട്ട് ചെയ്യുന്നു, എന്നിട്ട് ബാക്കി 3 വർക്ക് ചെയ്യുമല്ലോ, 3 വർക്ക് ചെയ്യുന്നുണ്ടാവും, 3 സിലിണ്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ ബ്രേക്ക് പവർ കണ്ടെത്തുക. ഓക്കെ, ഇങ്ങനെ 3 കണ്ടീഷൻ. ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ സിലിണ്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. പിന്നെ 2, 3, 4 വർക്ക്, 2, 3, 4 വർക്ക് ചെയ്യാം. എന്നിട്ട് ബ്രേക്ക് പവർ കണ്ടെത്തുക. അതാണ് BP1. പിന്നെന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ സിലിണ്ടർ കട്ട് ചെയ്യുന്നു. എന്നിട്ട് 1, 3, 4 വർക്ക് ചെയ്യുന്നു. 1, 3, 4 വർക്ക് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നതാണ് BP2. അപ്പോൾ കിട്ടുന്ന ബ്രേക്ക് പവറാണ് BP2. പിന്നെന്ത് ചെയ്യുന്നു, മൂന്നാമത്തെ സിലിണ്ടർ കട്ട് ചെയ്യുന്നു. എന്നിട്ട് 1, 2, 4 വർക്ക് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നതാണ് BP3. അതിൻ്റെ ശേഷം നാലാമത്തെ സിലിണ്ടർ കട്ട് ചെയ്യാം. എന്നിട്ട് 1, 2, 3 വർക്ക് ചെയ്യാം. അപ്പോൾ കിട്ടുന്നതാണ് BP3 അല്ല BP4. അപ്പോൾ കിട്ടുന്നതാണ് BP4. അങ്ങനെയാണ് ഇത് എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ആ ഇക്വേഷന് അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇപ്പം നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്, ഇപ്പം നമ്മളെ കയ്യിൽ BP ടോട്ടൽ ബ്രേക്ക് പവർ ഉണ്ട്. അതേപോലെ BP ഒന്നാമത്തെ സിലിണ്ടർ കട്ട് ചെയ്തപ്പോൾ ബ്രേക്ക് പവർ ഉണ്ട്, രണ്ടാമത്തെ സിലിണ്ടർ കട്ട് ചെയ്തപ്പോൾ ബ്രേക്ക് പവർ ഉണ്ട്, മൂന്നാമത്തെ സിലിണ്ടർ കട്ട് ചെയ്തപ്പോൾ ബ്രേക്ക് പവർ ഉണ്ട്, നാലാമത്തെ സിലിണ്ടർ കട്ട് ചെയ്തപ്പോൾ ബ്രേക്ക് പവർ ഉണ്ട് അല്ലേ. ഈ വാല്യൂകളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. ഇനിയുള്ളത് ഇക്വേഷനാണ്. ഇനി ഒന്നാമത്തെ സിലിണ്ടറിൻ്റെ ഇൻഡിക്കേറ്റഡ് പവർ കണ്ടെത്തണം. ഒന്നാമത്തെ സിലിണ്ടറിൻ്റെ ഇൻഡിക്കേറ്റർ പവർ അതെങ്ങനെ കണ്ടെത്തുക? ഒന്നാമത്തെ സിലിണ്ടർ എൻജിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലാണ് ഇൻഡിക്കേറ്റർ പവർ ഉണ്ടാകുന്നത് അല്ലേ. അതെങ്ങനെ കണ്ടെത്തും? അത് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. IPN = BP - BPN ഓഫ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സിലിണ്ടറിൻ്റെ IPN എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നാമത്തെ സിലിണ്ടറിൻ്റെ ഇൻഡിക്കേറ്റർ പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രേക്ക് പവർ. അത് നമുക്കറിയാലോ, ടോട്ടൽ ബ്രേക്ക് പവർ ഇവിടെ ഉണ്ട് അല്ലേ. അത് നമ്മളെ കയ്യിലുള്ള വാല്യൂ ആണ്. ആ BPയിൽ നിന്ന് മൈനസ് BPN ഓഫ് പറയുമ്പം BP1 ഓഫ്, അതായത് ഒന്നാമത്തെ സിലിണ്ടർ കട്ട് ചെയ്തപ്പോഴുള്ള ബ്രേക്ക് പവർ. അത് എത്രയാണെന്ന് ഇവിടെ ഉണ്ടല്ലോ അല്ലേ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വാല്യൂ ആണ് BP1. അപ്പോൾ ഒന്നാമത്തെ സിലിണ്ടറിന് IP1 കിട്ടിയില്ലേ. ഒന്നാമത്തെ സിലിണ്ടറിൻ്റെ ഇൻഡിക്കേറ്റർ പവർ കിട്ടി. ഇനി രണ്ടാമത്തെ സിലിണ്ടർ ഇൻഡിക്കേറ്റർ പവർ കിട്ടാൻ എന്ത് ചെയ്യണം? രണ്ടാമത്തെ സിലിണ്ടറിന് IP2 പറഞ്ഞാൽ BP - BP2. ആ BP2 ഇവിടെ ഉണ്ട്. ഇനി IP3 B - BP3, അങ്ങനെ IP4 BP4. അങ്ങനെ ഓരോ സിലിണ്ടറിൻ്റെ ഇൻഡിക്കേറ്റർ പവർ കണ്ടെത്തുക. ആദ്യം IP1 കണ്ടെത്തുന്നു, പിന്നെ IP2 കണ്ടെത്തുന്നു, പിന്നെ IP3 കണ്ടെത്തുന്നു, പിന്നെ IP4. ഇപ്പോൾ 4 സിലിണ്ടറിൻ്റെയും കൂടി ഇൻഡിക്കേറ്റർ പവർ കിട്ടിയല്ലോ. ഓരോ സിലിണ്ടറിൻ്റെ ഇൻഡിക്കേറ്റർ പവറും കിട്ടി. ഇനി നമ്മൾ ഓരോ സിലിണ്ടറിൻ്റെ IP1 IP2 IP3 കിട്ടിയല്ലോ. ഇനി നമുക്ക് ടോട്ടൽ ആ എൻജിൻ്റെ
മൊത്തം ഇൻഡിക്കേറ്റർ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻജിൻ്റെ മൊത്തം ഇൻഡിക്കേറ്റർ പവർ എന്ന് പറയുന്നത്, ടോട്ടൽ ഇൻഡിക്കേറ്റർ പവർ എന്ന് പറയുന്നത് IP1 പ്ലസ് IP2 പ്ലസ് IP3 അല്ലേ? IP3 പ്ലസ് IP4. അപ്പോൾ എൻജിൻ്റെ ടോട്ടൽ ഇൻഡിക്കേറ്റർ പവർ കിട്ടിയല്ലോ. ഇനി ആ എൻജിൻ്റെ ഫ്രിക്ഷൻ പവർ, അതാണല്ലോ നമ്മൾ എക്സ്പെരിമെൻ്റ് പറയുന്നത്. ആ എൻജിൻ്റെ ഈ ഫ്രിക്ഷൻ പവർ എങ്ങനെ കണ്ടെത്തണം? നമുക്ക് ഇക്വേഷൻ അറിയാം. IP = BP പ്ലസ് FP എന്നാണ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ പവർ, ആ എൻജിൻ്റെ ഫ്രിക്ഷൻ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? IP മൈനസ് BP അല്ലേ? ഈ IP എവിടുന്ന് കിട്ടും? ഈ IP എവിടുന്ന് കിട്ടും? ഈ IP എവിടുന്ന് കിട്ടും? ഈ IP ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ ഇൻഡിക്കേറ്റർ പവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ ടോട്ടൽ ഇൻഡിക്കേറ്റർ പവർ കിട്ടി. അതിവിടെ കൊടുക്കുക. പിന്നെ BP എന്ന് പറഞ്ഞത് നമ്മൾ എക്സ്പെരിമെൻറ്റിലൂടെ BP ടോട്ടൽ ബ്രേക്ക് പവർ എത്ര ഉണ്ടെന്നും കണ്ടെത്തും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫ്രിക്ഷണൽ പവർ കിട്ടി. ഇനി മെക്കാനിക്കൽ എഫിഷ്യൻസി പറഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ എഫിഷ്യൻസി പിന്നെ സിമ്പിളാണ് ഇക്വേഷൻ. ബ്രേക്ക് പവർ ഡിവൈഡഡ് ബൈ ഇൻഡിക്കേറ്റർ പവർ ഇൻറ്റു 100. ഇത് നമുക്കറിയാം. ഇൻഡിക്കേറ്റർ പവർ നമ്മൾ കണ്ടെത്തി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മെക്കാനിക്കൽ എഫിഷ്യൻസിയും ഫ്രിക്ഷണൽ പവറും കണ്ടെത്തുന്നത്. അതിൻ്റെ സാമ്പിൾ കാൽക്കുലേഷൻ നോക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് ഒബ്സർവേഷൻ ടേബിൾ. ഒബ്സർവേഷൻ ടേബിളിൽ ആദ്യം നിങ്ങളിങ്ങനെ എഴുതുക, ഓൾ സിലിണ്ടർ ഓൺ, എല്ലാ സിലിണ്ടറും ഓണാണ്. അങ്ങനെ നമ്മൾ മാക്സിമം ലോഡ് ഒരു 8 കിലോഗ്രാമാണ് ആദ്യം കൊടുക്കുന്നത്. എല്ലാ സിലിണ്ടറും ഓൺ. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് RPM 8 കിലോഗ്രാം ലോഡ് കൊടുക്കുക. ആദ്യം 8 കിലോഗ്രാം ലോഡ് കൊടുത്തിട്ട് എൻജിന് വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ 1500 RPM ഇവിടെ സെറ്റ് ചെയ്തു. 1500 RPM ആക്കി വെച്ചു. പിന്നെ ഫസ്റ്റ് സിലിണ്ടർ കട്ട് ചെയ്യുക. ഓൾ സിലിണ്ടർ ഓൺ ആക്കിയിട്ട് ബ്രേക്ക് പവർ കണ്ടെത്തുന്നു. പിന്നെ ഫസ്റ്റ് സിലിണ്ടർ കട്ട് ചെയ്യുന്നു. എന്നിട്ട് സ്പീഡ് അപ്പോൾ കുറയും. അപ്പോൾ അതിനെ കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി എന്ത് സംഭവിച്ചു? നമ്മൾ വെയിറ്റ് കുറച്ചെടുത്തില്ല. അത് എൻജിനുള്ള ലോഡ് കുറച്ചെടുത്തു, ഒരു 6 ആക്കിയെന്ന് വെച്ചോ. പിന്നെ അടുത്ത സിലിണ്ടർ കട്ട് ചെയ്തിട്ട് ഒന്നാമത്തെ സിലിണ്ടർ ഓണാക്കിയിട്ട് അടുത്ത സിലിണ്ടർ കട്ട് ചെയ്തു. അപ്പോൾ വെയിറ്റ് പിന്നെ 4 ആയി, പിന്നെ 2 ആയി, പിന്നെ ഒരു 1 ആക്കിക്കോ. അങ്ങനെ 6, 4, 2, 1 വെയിറ്റ് ഇങ്ങനെ കുറച്ച് വന്ന്. ഓക്കെ, അങ്ങനെ സോറി, നിങ്ങൾ ഇതിൽ വെയിറ്റ് ആഡ് ചെയ്യാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്തോളാം, ആദ്യം തുടക്കത്തിൽ എല്ലാ സിലിണ്ടറും ഓണാണല്ലോ. എല്ലാ സിലിണ്ടറും ഓണാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ 8 കിലോഗ്രാമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഒരു സിലിണ്ടർ കട്ട് ചെയ്യുന്നു അല്ലേ? ഒരു സിലിണ്ടർ കട്ട് ചെയ്യുമ്പോൾ എൻജിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ എൻജിൻ്റെ സ്പീഡ് കുറയുമ്പോൾ നമ്മൾ വെയിറ്റ് അതിന് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ തൽക്കാലം ഒരു 6 എടുക്കുക, ഒരു 6 ആക്കി കൊടുക്കുക. ഒരു 6 ആക്കുമ്പോൾ അത് 1500 RPM വീണ്ടും എത്തിക്കോളും. പിന്നെ ഈ ഒന്നാമത്തേത് കട്ട് ചെയ്തിട്ട് പിന്നെ രണ്ടാമത്തെ സിലിണ്ടർ കട്ട് ചെയ്യണമല്ലോ. അത് കട്ട് ചെയ്യുമ്പോൾ ഏകദേശം അപ്പോഴും വെയിറ്റ് ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കും. കാരണം ബാക്കി 3 അപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ഇങ്ങനെ ഇതേപോലെ 6, 4, 2, 1 അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതിന് 6 ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ വെയിറ്റിലൊക്കെ. ഒരു 6, 6.2 അങ്ങനെ എടുത്താൽ മതി. ഒന്നാമത്തെ സിലിണ്ടർ കട്ട് ചെയ്തപ്പോൾ 6 ആക്കി, അടുത്താക്കിയപ്പോൾ 6.2, അടുത്തത് ഒരു 6.6 അങ്ങനെ മാറ്റി മതി. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ സാമ്പിൾ കാൽക്കുലേഷൻ നോക്കാം. അപ്പോൾ മോഡൽ കാൽക്കുലേഷനിൽ ബ്രേക്ക് പവർ
ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ W ഇൻറ്റു N ഡിവൈഡഡ് ബൈ 2720. ഇത് ഹൈഡ്രോളിക് ഡൈനാമോമീറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനിൽ വ്യത്യാസമുണ്ട്. W ഇൻറ്റു N ഡിവൈഡ് ബൈ 2720. അവിടെ W എന്ന് പറഞ്ഞാൽ എത്രയാണ്? W എന്ന് പറഞ്ഞത് 8 കിലോഗ്രാമാണ് അല്ലേ? W എന്ന് പറയുന്നത് 8 നമ്മൾ അത് സെറ്റ് കൊടുത്ത് വെച്ചതാണ്. 8 ഇൻറ്റു എൻ്റെ RPM എത്രയാണ്? 1500. 8 ഇൻറ്റു 1500. ടോട്ടൽ ബ്രേക്ക് പവറാണ് കണ്ടെത്തുന്നത് കേട്ടോ. ടോട്ടൽ ബ്രേക്ക് പവർ 8 ഇൻറ്റു 1500 ഡിവൈഡഡ് ബൈ 2720 ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ അതാണ് ടോട്ടൽ ബ്രേക്ക് പവർ. ഇനി എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ സിലിണ്ടർ കട്ട് ചെയ്യണം. ഒന്നാമത്തെ സിലിണ്ടർ കട്ട് ചെയ്തിട്ടുള്ള ബ്രേക്ക് പവർ കണ്ടെത്തണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണിത്. BPN ഓഫ്. BPN ഓഫ് പറയുമ്പോൾ ഇവിടെ ഒന്നാമത്തെ സിലിണ്ടർ, nth സിലിണ്ടർ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സിലിണ്ടർ കട്ട് ചെയ്തിട്ട് ഉള്ള ഇക്വേഷനാണ് WN ഓഫ് ഇൻറ്റു N ഡിവൈഡ് ബൈ 2720. ഇവിടെ WN ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ സിലിണ്ടർ കട്ട് ചെയ്തപ്പോൾ ഉള്ള എത്രയാണ് നമ്മൾ ലോഡ് കൊടുത്തത്? ലോഡ് കുറച്ചല്ലോ. അത് എത്രയായിരുന്നു? 6 ആയിരുന്നു അല്ലേ? അപ്പോൾ 6. അപ്പോൾ 6 ഫസ്റ്റ് ഇതിൽ. 6 ഇൻറ്റു N 1500 ഡിവൈഡഡ് ബൈ 2720. അപ്പോൾ BP1 കിട്ടും. BP1 കിട്ടി. ഓക്കെ. ഇനി ചെയ്യേണ്ടത് BP2 കാണണം. BP2 അതേപോലെ BP2 കാണണം. BP2 എങ്ങനെ കണ്ടെത്തുക? BP2 കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സിലിണ്ടർ കട്ട് ചെയ്തപ്പോൾ ഉള്ളത്. അപ്പോൾ എത്ര? BP2 പറയുന്നത് രണ്ടാമത്തെ സിലിണ്ടർ കട്ട് ചെയ്തപ്പോൾ ലോഡ് നോക്കി. ഇതേ ഇക്വേഷന് BPN ഉള്ളിടത്ത് 2 ആക്കി കൊടുക്കാന്നുള്ളൂ. W 6.2 ഇൻറ്റു 1500 അല്ലേ? 1500 ഡിവൈഡ് ബൈ 2720. വീണ്ടും ഇനി എന്ത് കാണണം? BP3 കാണണം. അപ്പോൾ ഇവിടെ ഇത് മാറ്റി കൊടുക്കണം. 6.4 എന്തെങ്കിലും മാറ്റി കൊടുക്കണം. അങ്ങനെ ഈ BPN എന്നുള്ളിടത്ത് എന്തൊക്കെ കാണണം? BPN, BP1, BP2, BP3, അതുപോലെ BP4 കണ്ടെത്തണം. ഇങ്ങനെ 4 ബ്രേക്ക് പവർ കണ്ടെത്തി. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ കണ്ടെത്തുന്നു. പിന്നെ BP1, 2, 3, 4 കണ്ടെത്തുന്നു. അതിനുശേഷം ഇൻഡിക്കേറ്റർ പവർ ഓഫ് nth സിലിണ്ടർ, ഒന്നാമത്തെ സിലിണ്ടറിൻ്റെ ഇൻഡിക്കേറ്റർ പവർ കണ്ടെത്തുക. അപ്പോൾ എത്ര എന്ന് പറഞ്ഞാൽ ഏതാണ്? മൂന്നാമത്തതാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ചെയ്യുന്നത്. IPN ഈക്വൽ ടു BP മൈനസ് BPN ഓഫ്. അതാണ് കണ്ടെത്തേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തായി? IPN എന്നുള്ളിടത്ത് 1, ഒന്നാമത്തെ സിലിണ്ടറിൻ്റെ ഇൻഡിക്കേറ്റർ പവർ. IP1 ഈക്വൽ ടു BP മൈനസ് BP1. BPN ഓഫ് അല്ലേ? BPN ഓഫ് പറയുമ്പോൾ BP1. അപ്പോൾ ഒന്നാമത്തെ സിലിണ്ടറിൻ്റെ ഇൻഡിക്കേറ്റർ പവർ കിട്ടും. ഇപ്പോൾ BP നമ്മളിവിടെ തുടക്കത്തിൽ കണ്ടെത്തി, ടോട്ടൽ ബ്രേക്ക് പവർ കണ്ടെത്തി. പിന്നെ BP1 നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചും കണ്ടെത്തി. അപ്പോൾ IP1 കിട്ടും. ഇനി അതേപോലെ തന്നെ എന്ത് കാണാം? IP2 കാണുന്നു, IP3 കാണുന്നു, IP4 കാണുന്നു. ഓക്കെ. ഇപ്പോൾ 4 സിലിണ്ടറിൻ്റെ ഇൻഡിക്കേറ്റർ പവറും കിട്ടും. ഇനി ടോട്ടൽ എൻജിൻ്റെ മൊത്തം ഇൻഡിക്കേറ്റർ പവർ കാണാൻ IP1 പ്ലസ് IP2 പ്ലസ് IP3 പ്ലസ് IP4 കേട്ടോ. IP4 ചെയ്യുമ്പോൾ എൻജിൻ്റെ ടോട്ടൽ ഇൻഡിക്കേറ്റർ പവർ കിട്ടും. ഇനി ഫ്രിക്ഷണൽ പവർ ഓഫ് ദ എൻജിൻ്റെ ഫ്രിക്ഷണൽ പവറാണ്. ഫ്രിക്ഷണൽ പവർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ഫ്രിക്ഷണൽ പവർ FP ഈക്വൽ ടു, ആ എൻജിൻ്റെ ഫ്രിക്ഷണൽ പവർ പറയുന്നത് IP മൈനസ് BP ആണ്. IP എവിടെ നിന്ന് കിട്ടും? IP ടോട്ടൽ IP നമ്മളിവിടെ കണ്ടെത്തി. IP മൈനസ് BP ടോട്ടൽ ബ്രേക്ക് പവർ നമ്മൾ തുടക്കത്തിലും കണ്ടെത്തി അല്ലേ?
ഇവിടെ കണ്ടെത്തി, ഇവിടെ കണ്ടെത്തി, ടോട്ടൽ ബ്രേക്ക് പവർ ഇവിടെയും കണ്ടെത്തി. അപ്പോൾ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എൻജിൻ്റെ ഫ്രിക്ഷണൽ പവർ കിട്ടും, എത്ര കിലോ വാട്ടാണെന്ന് കിട്ടും. പിന്നെ മെക്കാനിക്കൽ എഫിഷ്യൻസി പറഞ്ഞാൽ BP/IP/100 ചെയ്യുമ്പോൾ മെക്കാനിക്കൽ എഫിഷ്യൻസിയും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം BP കണ്ടെത്തണം, പിന്നെ രണ്ടാമത്തേൽ BP 1, 2, 3, 4 കണ്ടെത്തണം, പിന്നെ മൂന്നാമത്തേൽ IP 1, 2, 3, 4 കണ്ടെത്തണം, പിന്നെ നാലാമത്തേക്ക് ഇതേ സ്റ്റെപ്പ് തന്നെ ഉണ്ടാവുള്ളൂ. ഈ രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ബാക്കിയുള്ള എല്ലാം കാണണം. 1, 2, 3, 4 കണ്ടെത്തണം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസി കിട്ടും. ഓക്കെ, താങ്ക് യു.